إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومنه فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. بسم الله الرحمن الرحيم. ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും നിയന്താവും സംരക്ഷകനും പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനുമായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അക്ഷരം പ്രതി ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമേ എന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ശക്തമായ ഭാഷയിൽ അല്ലാഹു അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ തലമുറയോടുള്ള അഥവാ നമ്മുടെ കുട്ടികളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഈ കാലയളവിൽ
വളരെ വലുതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അവരോടുള്ള നമ്മുടെ കടമകൾ ഇക്കാലഘട്ടത്തിൽ അത്യധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഇത്തരുണത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിലെ ഏറ്റവും വലിയ ഒരമാനത്താണ് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ, നമ്മൾ സംരക്ഷിക്കുന്ന ആളുകൾ, ഇവരെക്കുറിച്ച് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ചോദ്യം ഉണ്ടാകും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്ത് അത്തഹ്രീമിൻ്റെ 6-ാമത്തെ വചനത്തിലൂടെ നമ്മളോടൊക്കെയാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരോടുമാണ് ഖുർആൻ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ. വിശ്വസിച്ച ആളുകളെ, വിശ്വാസമുള്ള ആളുകളെ, നിങ്ങളുടെ ദേഹങ്ങളെ നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കണം. അത് നമ്മൾ ഓരോരുത്തരോടുമുള്ള ഖുർആനിൻ്റെ ഉപദേശമാണ്, പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസികളായ ആളുകളോട്. അതോടൊപ്പം തന്നെ വ അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബക്കാരായ ആളുകൾ, അവരെയും നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കണം എന്ന്. വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടുത്തെ ഭയാനകരമായ അവസ്ഥയാണ്, നരകത്തിൻ്റെ പിന്നീടുള്ള വളരെ ഭയാനകരമായ അവസ്ഥയാണ് ഖുർആൻ അവിടെ വ്യക്തമാക്കുന്നത്. അവിടെ മനുഷ്യരാണ് ഇന്ധനമായിട്ട് കത്തിക്കപ്പെടുന്നതെന്ന്, കല്ലുകളാണ് അവിടെ കത്തിക്കപ്പെടുക എന്നത്. അതിൻ്റെ കാവൽക്കാരെ കുറിച്ച് പിന്നെ ഖുർആൻ പറയുന്നത് മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറും. വളരെ പരുക്കന്മാരായ മലായികത്തുകളാണത് സൂക്ഷിക്കുന്നത്, നരകത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ളത്. അതുകൊണ്ട് എന്തൊന്ന് കൽപ്പിച്ചാലും അള്ളാഹുവിൻ്റെ കൽപ്പനയെ കാത്തിരിക്കുന്നവരാണവർ. അള്ളാഹുവിൻ്റെ കൽപ്പനയെ വിസമ്മതിക്കാത്ത മലായിക്കത്തുകളാണ് ഇവിടെ കാവൽ. ആ നരകത്തെ നിങ്ങൾ കാത്തുകൊള്ളണമേ എന്നുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം തലമുറകൾ, നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ ആശ്രയത്തിൽ ജീവിക്കുന്ന ആളുകളുമൊക്കെ അതിൽ ഉൾപ്പെടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, കുല്ലുക്കും റാഇം വ കുല്ലുക്കും മസ്ഊൽ. നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാണ്. നമ്മൾ ഓരോരുത്തരുമാണ് ഭരണകർത്താക്കളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വകുല്ലുക്കും മസ്ഊൽ, നിങ്ങളുടെ ഭരണീയരെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. എങ്ങനെ? നമ്മുടെ ഭരണീയർ, നമ്മുടെ ആശ്രയത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന
ആളുകളെ സംബന്ധിച്ച് നമ്മോടായിരിക്കും അള്ളാഹു നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരിക. എന്നിട്ട് പ്രവാചകൻ കുറേ ആളുകളെ ഇങ്ങനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞത്, ഒരു പുരുഷൻ ചോദ്യം ചെയ്യപ്പെടും, ഒരാൾ ചോദ്യം ചെയ്യപ്പെടും. എങ്ങനെയാ ചോദ്യം ചെയ്യപ്പെടുന്നത്? അർറജുലു റാഇൻ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം റാഇം ഫീ അഹ്ലിഹി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭരണകർത്താവാണ് ആ കുടുംബത്തിലെ പുരുഷൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഹുവ മസ്ഊലുൻ അൻ റഹിയതിഹി, അദ്ദേഹത്തിൻ്റെ ഭരണീയരെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് നാളെ പരലോകത്ത് വിചാരണയുണ്ടാകും എന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹ് മറ്റൊരു ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ടത്. എന്താണ് അതിൻ്റെ വിശദീകരണം? ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മസ്തർആഉ ഹഫില ദാലിക അം വയ്യിഅ. എന്താ ചോദ്യം എന്നറിയോ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾ സഹകരിച്ചത് എന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അവരുടെ അവരെ നോക്കലും അവരെ സംരക്ഷിക്കലും അവർക്ക് പകർന്നു കൊടുക്കലും ഒക്കെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചോ എന്ന്. അത് അല്ലാഹു ചോദിക്കും, നിങ്ങൾ എങ്ങനെ കാത്തു സൂക്ഷിച്ചുവോ, അതോ നിങ്ങൾ പാഴാക്കി കളഞ്ഞുവോ എന്ന്. നിങ്ങളുടെ ഭരണീയരെ സംബന്ധിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ കാത്തു സൂക്ഷിച്ചോ അതോ നിങ്ങൾ പരാജയപ്പെടുത്തിയോ എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹത്താ യസ്അല അർ-റജുല അൻ അഹ്ലി ബൈതിഹി, ഏതുവരെയും അല്ലാഹു നാളെ വിചാരണ ചെയ്യും തൻ്റെ കുടുംബക്കാരെ സംബന്ധിച്ച് വരെ. ഒരു പുരുഷനോട് തൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച്, ഭാര്യ മക്കളെ സംബന്ധിച്ച് അള്ളാഹു വിചാരണ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുകയാണ്. കഴിഞ്ഞില്ല, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നു. എന്താണ്? ഇതിൽ വീഴ്ച വരുത്തുന്ന ആളുകൾ, തൻ്റെ ഭരണീയരെ സംബന്ധിച്ച് ഉത്തരവാദിത്തം നിർവഹിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്കെന്താണ്? ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവർക്ക് അല്ലാഹു ഹറാമാക്കും എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം നിർവഹിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സ്വർഗം എന്ത് ചെയ്യും? നിഷിദ്ധമാക്കി കളയും എന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പം ഗൗരവമുള്ള വിഷയമാണെന്ത്? നമ്മളുടെ കീഴിലുള്ള, നമ്മൾ സംരക്ഷിക്കുന്ന, നമ്മുടെ സംരക്ഷണയിൽ വളരുന്ന ആളുകളുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്ത് വളരെ കൃത്യതയോടുകൂടി അത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാട്, ഈ ഒരു ലോകം ഒരുപാട് ഫിത്നകളും കുഴപ്പങ്ങളും പിരിമുറുക്കിക്കൊണ്ടിരിക്കുന്ന, കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ജീവിക്കുന്നത്. ഫിത്നകളുടെ ആധിക്യം ഇങ്ങനെ നാൾക്ക് നാൾ ദിവസങ്ങൾ ഇങ്ങനെ, ഇന്നലത്തെ ഫിത്നയായിരിക്കൂല ഇന്നത്തെ ഫിത്ന, നാളത്തെ ഫിത്ന. അപ്പൊ ഇന്നലെയുണ്ടായ ഒരു ഫിത്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമയിലൂടെ നമുക്ക് കാര്യം വിശദീകരിച്ചു തരുന്നുണ്ട്. ഇന്നലത്തെ ഫിത്ന എന്ന് പറയുന്നത്, നമ്മൾ ഇന്നലെ ഒരു ഫിത്ന കാണുമ്പോൾ പറയും ഇതാണ് ഏറ്റവും വലിയ ഫിത്ന, കുഴപ്പം. എന്നിട്ടോ നാളെ മറ്റൊന്നുണ്ടാകുമ്പോൾ നമ്മൾ പറയും ഇന്നലത്തേതല്ല ഇന്നത്തേതാണ്, അല്ലെങ്കിൽ നാളത്തേതാണെന്ത് ഏറ്റവും വലിയ പ്രയാസമുള്ള വിഷയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്,
നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഫിത്നകളുടെ ആധിക്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഓരോ ദിവസവും ഓരോ കുഴപ്പങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, വിശ്വാസികളുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾക്ക് എന്താണ് ഫമൻ അഹബ്ബ അൻ യുസഖ്റജ അനിന്നാരി, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്നോട്ട് പോകണമോ, അതിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ വേണോ, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ, വയുദ്ഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുകയും വേണോ, എങ്കിൽ എന്താണ് ഫല്യഅതീഹി മനിയതുഹു വഹുവ മുഅ്മിനും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവന് അല്ലാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, ഈ രണ്ട് വിശ്വാസങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു കൊള്ളട്ടെ, അവന് മരണം വന്നെത്തുന്നത് വരെയും അവൻ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ചുകൊണ്ട് അവൻ ജീവിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അല്ലേ, ഞാൻ സൂചിപ്പിച്ചത് ഇസ്ലാമിനെ തകർക്കുക, മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക, മുസ്ലിങ്ങളുടെ ഈമാനിനെ ഇല്ലാതാക്കി അവരുടെ ദീനിനെ ഇളക്കി പ്രതിഷ്ഠിക്കാൻ ഒരുപാട് ആളുകൾ ഇന്നിറങ്ങി തിരിഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ തകർക്കാനും, മുസ്ലിങ്ങളുടെ ധാർമ്മികതയെ തകർക്കാനും, മുസ്ലിങ്ങളുടെ സ്വഭാവ സംസ്കൃതിയെ ഇല്ലാതാക്കാനും, അവർക്കിടയിൽ അശ്ലീലതകളും തിന്മകളും പ്രചരിപ്പിക്കുവാനും, ഇസ്ലാമിൻ്റെ തണലിൽ നിന്നും മുസ്ലിങ്ങളായ ആളുകളെ പുറത്താക്കുന്നതിനും വേണ്ടി ഒരുപാട് ആളുകൾ ഇന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു, പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിലൂടെ. സോഷ്യൽ മീഡിയകളിലൂടെ പണിയെടുക്കുകയും അത് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്, എപ്പോഴും അത് പരതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെയൊക്കെ ചിന്തകളിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്തുള്ള യുവാക്കളായ ആളുകൾ ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയകളൊക്കെ കാണുമ്പോൾ അവരവഗണിച്ച് കളയുമായിരുന്നു എങ്കിൽ ഇന്നതല്ല സ്ഥിതി. ഇന്നതിൽ നിന്നും മറ്റൊന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ ഒരു സ്ഥിതി നമ്മൾക്കറിയാം. ഇപ്പം അടുത്ത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്താ, ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു കോളേജിൽ നടന്ന കുട്ടികളുടെ ഒരു പരിപാടി. ആ പരിപാടിയിൽ എല്ലാ ആളുകളും കമൻ്റ് മുന്നിടുകയും സോഷ്യൽ മീഡിയകളിൽ സജീവമാവുകയും യൂട്യൂബ് ചാനലുകളിലൂടെ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തത് തട്ടമിട്ട താത്തമാര് ഓണപ്പരിപാടി തൂക്കിക്കളഞ്ഞു എന്ന്. തട്ടത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല, തട്ടമിട്ട താത്തമാരോടുള്ള മുസ്ലിം സ്ത്രീകളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, പിന്നെയോ ഇസ്ലാമിൻ്റെ പൈതൃകങ്ങളെയും ഇസ്ലാമിൻ്റെ ചര്യകളെയും ഇസ്ലാമിൻ്റെ മാനവികതകളെയും തകർക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഒരു വിഭാഗത്തിന് മുന്നിലുള്ളത്. അതിനോടുള്ള ഇഷ്ടമായിരുന്നു എങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിൽ 10 വയസ്സുള്ള 12 വയസ്സുള്ള ഒരു പെൺകുട്ടി തട്ടമിടുന്നതിന് വേണ്ടി സമരം നടത്തുകയും അവസാനം സ്കൂളിൽ നിന്ന് പുറത്താവുകയും ചെയ്യേണ്ടി വന്ന ദയനീയമായ ഒരു സാഹചര്യമുണ്ടായപ്പോൾ ഇവിടെയുള്ള ഒരു സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഇപ്പോൾ ഇതേപോലെ ആ രീതിയിൽ പ്രതികരിച്ച ഒരാളെയും നമ്മൾ കണ്ടില്ല. അന്നവർ തട്ടത്തിനെതിരെയാണ് എന്ത് ചെയ്തത്, പ്രതികരിച്ചത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഇവിടെയാണ് മക്കളെ സംബന്ധിച്ച് നമ്മളുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അല്ലേ, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ ഒരുപാട് യുവാക്കളായ ആളുകൾ
നമ്മുടെ ഒരുപാട് പെൺമക്കള് ഇതിൻ്റെയൊക്കെ വലയില് ചെന്ന് ചാടുന്നുണ്ട് എന്നുള്ളത് വളരെയധികം വേദനയോടുകൂടിയാണ് നമ്മൾ ഓർക്കേണ്ടുന്നത്. കാരണം പെൺകുട്ടികളധികവും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വസ്തുതയും യാഥാർത്ഥ്യവുമുണ്ട്. നമ്മുടെ പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദ്രസ പഠനം കിട്ടുന്നത് ഏതാണ്ട് 5ാം ക്ലാസ് വരെ. 12ാം വയസ്സിൽ അല്ലെങ്കിൽ 10ാം വയസ്സിൽ നമ്മുടെ പെൺകുട്ടികൾ മദ്രസ പഠനം അവസാനിപ്പിക്കും. പിന്നെ അവർക്ക് പള്ളി ഹറാം, പള്ളിയിലെ ക്ലാസുകൾ ഹറാം, വെള്ളിയാഴ്ച ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് ഹറാം, അതേപോലെ തന്നെ അവിടുത്തെ ഉത്ബോധനങ്ങൾ കേൾക്കുന്നത് ഹറാം, തറാവീഹ് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നതും ആ ക്ലാസുകൾ ശ്രദ്ധിക്കുന്നതും ഹറാമായി തീരുന്ന ഒരു സ്ഥിതിയിലേക്ക് പൗരോഹിത്യം നമ്മുടെ സ്ത്രീകളെയും നമ്മുടെ പെൺകുട്ടികളെയും കൊണ്ടെത്തിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് അവർക്ക് മതപരമായ യാതൊന്നും ഈ 12 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5ാം ക്ലാസ് വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ലഭിക്കുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അത് നമ്മൾ അന്വേഷിക്കണം. അവിടെയാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളുടെയോടുള്ള ഉത്തരവാദിത്തം വർദ്ധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനോട് അവർക്ക് എക്കാലത്തും വെറുപ്പാണ്. കാരണം ഇസ്ലാം എല്ലാ തിന്മകൾക്കും എതിരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ തിന്മകൾക്കും ഇസ്ലാം എതിരാണ്, അല്ലേ? മദ്യത്തിന് ഇസ്ലാം എതിര്, പലിശയ്ക്ക് ഇസ്ലാം എതിര്, അതേപോലെ എന്താണ് പരസ്യങ്ങള്, അല്ലെ? സ്ത്രീകളെ ഉപഭോഗ വസ്തുവാക്കി മാറ്റിക്കൊണ്ട് അവരുടെ അംഗലാവണ്യങ്ങളെ പരസ്യപ്പെടുത്തിക്കൊണ്ട് കച്ചവട താല്പര്യങ്ങൾ മുൻനിർത്തുന്ന ആളുകൾക്ക് ഇസ്ലാം എതിര്, ചൂതാട്ടത്തിന് ഇസ്ലാം എതിര്, ലോട്ടറിക്ക് ഇസ്ലാം എതിര്, വിവാഹത്തിലെ സ്ത്രീധനത്തിന് ഇസ്ലാം എതിര്. ഇതൊക്കെ ഇസ്ലാമിനെതിരെ ശക്തമായിട്ട് നിലനിൽക്കാൻ ഒരു വിഭാഗം ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം യാഥാർത്ഥ്യമാണ്, ഇസ്ലാമിൻ്റെ നിലപാടുകളാണ് ശരി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എന്താണ്? അങ്ങനെയുള്ള ആളുകളോട് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട്. അവർക്കൊരുപാട് ഇസ്ലാമികമായ അധ്യാപനങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായ കാര്യം. ഖുർആൻ പറയുന്നു, ഫലാ തുതിഇൽ മുകദ്ദിബീൻ, സത്യനിഷേധികളായ ആളുകളെ അനുസരിച്ചു പോകരുത് എന്ന ഖുർആനിന്റെ പ്രഖ്യാപനം. നീ അവർക്കിനിയും വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ അവർക്കും വഴങ്ങിത്തരാമായിരുന്നു എന്ന് അവരിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതേപോലെ ഒരുപാട് ആളുകളിൽ നമ്മളെ എങ്ങനെ മാറ്റാം, നമ്മളെ എങ്ങനെ മറ്റൊരാദർശത്തിലേക്ക് കൊണ്ടുപോകാം എന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം, അല്ലേ? വിശുദ്ധ ഖുർആൻ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ടെന്നുണ്ട്. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ് ലൗ യുറദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. ഒരുപാട് വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബുകാരായ ആളുകള് ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആഗ്രഹം എന്താണ്? ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ, നിങ്ങളെ ഈമാൻ നിങ്ങൾ സ്വീകരിച്ചതിന് ശേഷം, നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം നിങ്ങളെ എങ്ങനെ തിരികെ കൊണ്ടുപോയി കുഫാറിലേക്ക്, നിങ്ങളെ അവിശ്വാസത്തിലേക്ക് നിങ്ങളെ എങ്ങനെ ചാടിക്കാമെന്ന് ആളുകൾ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പോയിന്റ്, അല്ലേ? ഈ യൂട്യൂബുകൾ ഉപയോഗിക്കുന്ന ആളുകളും അതേപോലെ സോഷ്യൽ മീഡിയകളിൽ സജീവമാകുന്ന ആളുകളും അവരൊക്കെ ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എക്സ് മുസ്ലിമുകളായ ആളുകൾ
അതേപോലെ എന്താണ് എത്തിക്സുകളായ ആളുകൾ, ഇവരുടെയൊക്കെ വിചാരം ഒരു മുസ്ലിമിനെ എങ്ങനെയാണ് അവന്റെ വിശ്വാസത്തിൽ നിന്നും അവന്റെ ആചാരത്തിൽ നിന്നും അവൻ നിലനിൽക്കുന്ന അവന്റെ അനുഷ്ഠാന മുറകളിൽ നിന്നും അവനെ എങ്ങനെ സദാചാര മൂല്യങ്ങളിൽ നിന്നും എങ്ങനെയാണ് അവനെ പുറത്തു കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് എല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? അഹ്ലുൽ കിതാബുകാരടക്കമുള്ള മുഴുവൻ ആളുകളും അതാ ഖുർആൻ പറയുന്നത്, എല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെ നിങ്ങളെ പുറത്തു കൊണ്ടുപോകാം, എങ്ങനെ നിങ്ങളെ പുറത്ത് ചാടിക്കാമെന്ന്. എന്താണ് കാരണം? അവരുടെ മനസ്സിലുള്ള അസൂയ നിമിത്തമാണത് എന്ന്. അവർക്ക് അസൂയയാണ് ഇസ്ലാമിനോട്, ഇസ്ലാമിന്റെ പൈതൃകത്തോട് അസൂയയാണ്, ഇസ്ലാമികമായി ജീവിക്കുന്നത് അവർക്ക് അസൂയയാണ്, ഇസ്ലാമികപരമായിട്ട് സമ്പത്തുണ്ടാക്കുന്ന മുസ്ലിമിനോട് അവർക്ക് അസൂയയാണ്, ഹലാലായ മാർഗത്തിൽ കച്ചവടം നടത്തുന്ന മുസ്ലിമിനോട് അവർക്ക് അസൂയയാണ്, താടിയും തൊപ്പിയും വെച്ച് ജീവിക്കുന്ന മുസ്ലിമിനോട് അവർക്ക് അസൂയയാണ്. ഖുർആൻ എന്താ പറയുന്നത്? അസൂയ നിമിത്തമാണ് ഇവര് നിങ്ങളെ തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അല്ലേ? നിങ്ങൾക്ക് സത്യം വന്നു കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് സത്യം വന്നു കിട്ടിയതിന് ശേഷം നിങ്ങളെ തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസൂയയാണ് എന്ന്. കഴിഞ്ഞില്ല വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇമ്രാനിന്റെ 69-ാമത്തെ വചനത്തില് വീണ്ടും ഖുർആൻ വ്യക്തമാക്കുന്നു, ഇങ്ങനെയുള്ള കുറെ ആളുകളെ സംബന്ധിച്ച് അഹ്ലുൽ കിതാബുകാരായ ചില ആളുകൾ ഇങ്ങനെ കൊതിക്കുകയാണ്, അവരിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണെന്ത്? നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന്. ഈ മുസ്ലിങ്ങളായ ആളുകളെ, അവരുടെ മക്കളെ, അവരുടെ പെൺമക്കളെ, അവരുമായി ബന്ധപ്പെട്ട ആളുകളെ എങ്ങനെയാണൊന്ന് വഴിതെറ്റിക്കാൻ സാധിക്കുക എന്നത് അവര് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്, വല്ലാതെ അവര് കൊതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഖുർആൻ പറയുന്നു. യഥാർത്ഥത്തിൽ വഴിതെറ്റിയത് അവര് തന്നെയാണ്, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല എന്ന്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ മക്കളുടെ കാര്യത്തില്, നമ്മുടെ പെൺകുട്ടികളുടെ കാര്യത്തില്, നമ്മുടെ ഭരണീയരുടെ കാര്യത്തില് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നുണ്ട്. അതനുസരിച്ചായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ ക്രമീകരിക്കേണ്ടത്. ഇസ്ലാമികമായ ചുറ്റുപാടുകള്, ഇസ്ലാമികമായ ജീവിതചര്യകള്, ഇസ്ലാമികമായ മാർഗദർശനങ്ങള് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടതുണ്ട് അല്ലേ? സോഷ്യൽ മീഡിയകളിൽ അവര് ഇടപെടുമ്പോൾ അതെന്താണ് എന്ന് തിരിച്ചറിയണം ഒരു അധ്യക്ഷിതാവ്. അതേപോലെ എന്താണ് അവരുടെ പോകുന്ന വഴിയും വരുന്ന വഴികളും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അവരുടെ ജീവിതം തിരിച്ചറിയേണ്ടതുണ്ട്. അവരുടെ നിലവാരങ്ങൾ, ജീവിത നിലവാരങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരുടെ വിദ്യാഭ്യാസം അറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ പിതാവിന്റെ ബാധ്യത, മക്കളോടുള്ള ബാധ്യത എന്ന് പറയുന്നത്, ആ ബാധ്യതയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ബുദ്ധി ഉദിച്ചു കഴിഞ്ഞാൽ, മക്കൾക്ക് ബുദ്ധി ഉദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്, അവർക്ക് തർബിയത്ത് കൊടുക്കുക എന്നുള്ളത്, അവർക്ക് അദബ് കൊടുക്കുക എന്നുള്ളത് ഒരു രക്ഷിതാവിനുള്ള ബാധ്യതയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മുടെ സമൂഹം കടന്നു പോവുകയാണ്. ഇന്നലെ കണ്ടതായിരിക്കില്ല ഇന്ന് കാണുന്നതായിരിക്കില്ല നാളെ കാണുന്നത്. അവിടെയൊക്കെ ഇസ്ലാമികമായ ചര്യകളും ഇസ്ലാമികമായ മാർഗദർശനങ്ങളും നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിത്തഖ്വ. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് രണ്ടാം പ്രാവശ്യവും ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരത്തിൽ ഒരു വ്യക്തി ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ ചിലപ്പോൾ ഒരു മുസ്ലിമിൻ്റെയും മനസ്സ് ചിലപ്പോൾ മാറിപ്പോകാം. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. വീട്ടിലെ സാഹചര്യങ്ങൾ, നമ്മുടെ മറ്റുള്ള ദീനീപരമായ സാഹചര്യങ്ങൾ, അത് അങ്ങനെയൊക്കെയാകുമ്പോൾ അത് മാറിപ്പോയി ആ സ്ഥാനത്ത് കടന്നു വരുന്നത് ബാത്തിലിൻ്റെയും കുഴപ്പങ്ങളുടെയും ഒക്കെ അല്ലേ കാര്യങ്ങളായിരിക്കും. അശ്ലീലതകളും പ്രചാരകരായി മാറുന്നു. അതേപോലെ വിശ്വാസത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവിശ്വാസികളെയും അവരുടെ വിശ്വാസങ്ങളിലും അവരുടെ ആചാരങ്ങളിലും അവരുടെ സംസ്കാരങ്ങളിലും അവരുടെ ആഘോഷങ്ങളിലുമൊക്കെ എന്താണ്, അതിനെയൊക്കെ അന്ധമായിട്ട് അനുകരിക്കാനുള്ള ഒരു പ്രേരണ ഇങ്ങനെയുള്ള ആളുകളിലുണ്ടാകും. ഇവിടെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു രക്ഷിതാവെന്ന നിലയിൽ നമ്മുടെ ബാധ്യത. എന്നിട്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് എന്താണ്, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അങ്ങേയറ്റം പ്രാർത്ഥന നിരതമായ മനസ്സുകളുണ്ടാകണം വിശ്വാസികൾക്ക്. വ ഇൻ തസ്ബിറു, ഇനിയും നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ക്ഷമയവലംബിക്കുക, ക്ഷമിക്കുക. വതത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന പക്ഷം ലാ യദുറുക്കും കൈദഹും ശൈആ, നിങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു കുതന്ത്രങ്ങളും ഒരു ഉപദ്രവവും നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സൂക്ഷ്മത പാലിക്കുക. എല്ലാ രംഗത്തും എല്ലാ മേഖലയിലും, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുക. മക്കളെ അതിന് നമ്മൾ ഉപദേശിക്കുക. നമ്മുടെ മക്കളെ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലോ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെയും ലാ യദുറുക്കും കൈദഹും ശൈആ, ഒരു കുതന്ത്രവും നിങ്ങൾക്ക് ഏശുകയില്ല എന്ന്. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, അല്ലാഹു അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു അറിയുന്നുണ്ട് എന്ന് പടച്ച തമ്പുരാൻ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പടച്ച തമ്പുരാൻ അറിയുന്നുണ്ട് എന്ന്.
സൂക്ഷിക്കുക എന്ന്. ഇന്നഹും യകീദൂന കൈദ. ഖുർആൻ പറയുന്നുണ്ട്, ഇന്നഹും യകീദൂന കൈദ, നിശ്ചയമായിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്? വലിയ കുതന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. വഅകീദു കൈദ, അതിനേക്കാൾ വലിയ കുതന്ത്രം നാമും പ്രവർത്തിക്കുന്നുണ്ട്, കുതന്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പടച്ച റബ്ബ് നമ്മളോട് പ്രഖ്യാപിക്കുകയാണ്. അല്ലേ? ഒരു കുതന്ത്രത്തെയും നമ്മളെ തകർക്കാൻ സാധിക്കുകയില്ല. അതിന് നമ്മൾ ഈമാനെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ തഖ്വയെ നമ്മൾ എപ്പോഴും പിടിച്ചു നിർത്തുക എന്ന്. അല്ലേ? അതിനുവേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ മക്കളെ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? വളർത്തുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഉപദേശിക്കുക, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. അള്ളാഹു കൺകുളിർമയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റുമാറാകട്ടെ. എല്ലാവിധമായ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും നമ്മുടെ മക്കൾക്ക്, നമുക്ക്, നമ്മുടെ കുടുംബത്തിന് അള്ളാഹു നൽകുമാറാകട്ടെ. നാളെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചോദ്യമുണ്ടാകുമ്പോൾ വളരെ കൃത്യമായിട്ട് ആ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ ഉൾപ്പെടുത്തുമാറാകണമേ. 1-2 കാര്യങ്ങളൂടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാ ആഴ്ചയും നമ്മളത് സൂചിപ്പിക്കലുണ്ട്. നിങ്ങളുടെയൊക്കെ ബക്കറ്റുകളിൽ നിക്ഷേപിക്കുന്ന ആ പൈസയുടെ അതിൻ്റെ വിഹിതങ്ങൾ നമ്മുടെ പള്ളിയുടെ എല്ലാ കാര്യത്തിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. നിങ്ങൾ കാര്യമായിട്ട് എന്ത് ചെയ്യുക? കളക്ഷനിൽ, പള്ളി പരിപാലന കളക്ഷനിൽ പങ്കാളികളാകുക. നാളെ പരലോകത്ത് അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. അല്ലേ? പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന, ജമാഅത്തുകളിൽ വന്നുകൊണ്ടിരുന്ന നിരവധി ആളുകൾ പള്ളിയിൽ വരാതെ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന സ്ഥിതിയുണ്ട്. കാരണം രോഗം കാരണമാണ്. അവർക്ക് വേണ്ടി പരിപൂർണമായ ശമനത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പടച്ച തമ്പുരാൻ അങ്ങനെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. പള്ളികളിൽ വന്ന് ആരാധന നിർവഹിക്കാനും തുടർന്നും എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമാകുവാനും അള്ളാഹു അവർക്ക് എല്ലാ തുണയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ഖത്തീബ് ഇർഷാദ് മൗലവിയും ഒരു സർജറി കഴിഞ്ഞിട്ട് അദ്ദേഹം വിശ്രമത്തിലാണ്. അദ്ദേഹത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് അദ്ദേഹം തിരികെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഖുതുബ പ്രഭാഷണത്തിന് വേണ്ടി എത്തുന്നതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു കൊടുക്കുമാറാകട്ടെ. ലോകത്ത് വിശ്വാസികളായതിൻ്റെ പേരിൽ ഒരുപാട് മുസ്ലിങ്ങളുടെ സമൂഹം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മർദ്ദനങ്ങളും പീഡനങ്ങളും യുദ്ധക്കെടുതികളുമൊക്കെ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു ഫലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു അവർക്ക് വിജയവും സമാധാനവും അവൻ്റെ കാരുണ്യവും ദയയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മളെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇൻ ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.